ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്മസ് എക്സാമിൻ്റെ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഈ സമയം നിങ്ങൾ നല്ലവണ്ണം ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ട് ഉപയോഗിക്കുക. ഏതൊക്കെ എത്ര മാർക്കാണ് ഓരോന്നിനും, ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത് എന്നൊക്കെ നിങ്ങൾ ടിക്ക് ചെയ്ത് വെക്കാൻ ഈ സമയം നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, അറ്റംപ്റ്റ് ദ ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ്. നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 40 മാർക്കിനാണ് ചോദ്യം വരിക. 1.5 മണിക്കൂറുണ്ട്. ആദ്യത്തെ ചോദ്യം എല്ലാവർക്കും അറിയാം എന്താണ്, കോംപ്രിഹെൻഷനാണ്. ഒരു പാസേജ് നമ്മൾ പഠിച്ച ഏതെങ്കിലും പാഠഭാഗത്ത് നിന്ന് ഒരു പാസേജ് തരും. എന്നിട്ട് ആ പാസേജ് നമ്മൾ ശ്രദ്ധാപൂർവം വായിക്കുക. ആൻസറും അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടെത്തി എഴുതുകയേ വേണ്ടൂ. അപ്പോൾ ഇത് ഒരു പാസേജാണ്. ഇത് ഏത് ചാപ്റ്ററാണ്? ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞ പാഠഭാഗത്ത് നിന്ന് വന്ന ഒരു പാസേജാണ്. ഓരോന്നിനും 5 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. അതിൽ ഓരോന്നിനും ഓരോ മാർക്കാണുള്ളത്. മുഴുവനും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻസാണ്. ഇതാരും മിസ് ചെയ്യരുത്. ഓക്കെ, വൺസ് മോർ they looked at the hills and that seemed to rise up out of the deep shadow into the light, and then together they went home. Soon afterwards a big tragedy struck their family. ഒരു വലിയ ട്രാജഡി നടന്നു. One night when family was sleeping, the little sister died in her sleep. അപ്പോൾ ലിറ്റിൽ സിസ്റ്റർ മരിച്ചുപോയി, സ്ലീപ്പ് ഇൻ ഹെർ സ്ലീപ്പ്. ദ മദർ എക്സ്പ്ലെയിൻഡ് ടു ദ ബ്രദർ, സൺ യുവർ ലിറ്റിൽ സിസ്റ്റർ വാണ്ടേഡ് ഇൻ ടു അനദർ വേൾഡ്. നിൻ്റെ ചെറിയ സഹോദരി വേറൊരു ലോകത്തേക്ക് പോയിരിക്കുകയാണ്. ആൻഡ് ജേർണിഡ് ഓൺ സോ ഫാർ ദാറ്റ് ഷീ ലോസ്റ്റ് ദ ക്ലൂ ടു ദ എർത്ത് ആൻഡ് കുഡ് നോട്ട് ബി ബാക്ക് എനിമോർ. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു. The boy who was grieving for his little sister painted many pictures before he could gather the courage to see the same field that he saw with his sister once again. But after many years, as he sat and worked, a strange power came to him. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാസേജ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വാസ് ദ ബിഗ് ട്രാജഡി ദാറ്റ് സ്ട്രക്ക് ദ ഫാമിലി? ഫാമിലിയിൽ സംഭവിച്ച ആ ഒരു വലിയ ദുരന്തം എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാ എവിടെ ഉണ്ട്? നമ്മളിവിടെ വായിച്ചില്ല. വൺ നൈറ്റ് വെൻ ദ ഫാമിലി വാസ് സ്ലീപ്പിംഗ് ദ ലിറ്റിൽ സിസ്റ്റർ ഡൈഡ് ഇൻ ഹെർ സ്ലീപ്പ്. അപ്പോൾ നമുക്കത് എഴുതാം. വൺ നൈറ്റ് വെൻ ദ ഫാമിലി വാസ് സ്ലീപ്പിംഗ് ദ ലിറ്റിൽ സിസ്റ്റർ ഡൈഡ് ഇൻ ഹെർ സ്ലീപ്പ്. അപ്പോൾ ഒരു മാർക്ക് നമുക്ക് കിട്ടി. ഹൗ ഡിഡ് ദ മദർ കൺസോൾ ദ ബോയ്? എങ്ങനെയാണ് ആശ്വസിപ്പിച്ചത്? അതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ടല്ലേ. എന്താണ്? ദ മദർ എക്സ്പ്ലെയിൻഡ് ടു ദ ബ്രദർ, സൺ യുവർ ലിറ്റിൽ സിസ്റ്റർ വാണ്ടേഡ് ഇൻ ടു അനദർ വേൾഡ് and journeyed on so far that she lost the clue to earth and could not be back anymore. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മദർ കൺസോൾഡ് ദ ബോയ് സേയിങ്, സൺ യുവർ ലിറ്റിൽ സിസ്റ്റർ വാണ്ടേഡ് ഇൻ ടു അനദർ വേൾഡ് ആൻഡ് ജേർണിഡ് ഓൺ സോ ഫാർ ദാറ്റ് ഷീ ലോസ്റ്റ് ദ ക്ലൂ ടു എർത്ത് ആൻഡ് കുഡ് നോട്ട് ബാക്ക് എനിമോർ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ടുഗദർ ദേ വെന്റ് ടു ഹോം. ഹു ആർ ദേ റെഫേർഡ് ടു ഹിയർ? ഇവിടെ അവർ രണ്ടും ഒരുമിച്ച് വീട്ടിലേക്ക് പോയി. ഇവിടെ ഈ ദേ എന്ന് പറയുന്നത് ആരാണ്? ദ ലിറ്റിൽ സിസ്റ്റർ ആൻഡ് ഹെർ ബ്രദർ. ആരാണ്? ലിറ്റിൽ സിസ്റ്ററും ബ്രദറും ആണ് ഇവിടെ ദേ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വിച്ച് സെൻറ്റൻസ് ഗിവ്സ് ദ ക്ലൂ ദാറ്റ് ദ ബോയ് വാസ് സാഡ് അറ്റ് ദ ഡെത്ത് ഓഫ് ദ ലിറ്റിൽ ഗേൾ? സഹോദരിയുടെ മരണം വളരെ അവനെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു എന്ന് ഏത് സെൻറ്റൻസിൽ നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ദ ബോയ് ഹു വാസ് ഗ്രീവിങ് ഫോർ ഹിസ് ലിറ്റിൽ സിസ്റ്റർ. ഈ ഒരു വേർഡിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത്. ദ ബോയ് ഹു വാസ് ഗ്രീവിങ് ഫോർ ഹിസ് ലിറ്റിൽ സിസ്റ്റർ. ഇനി അടുത്തത്, പിക്ക് ഔട്ട് 2 adjectives ഫ്രം ദ phrases given below. ദ ലിറ്റിൽ സിസ്റ്റർ ബിഗ് ട്രാജഡി. ഇതിൽ നിന്ന് ഒരു ആഡ്ജക്റ്റീവ് നിങ്ങളോട് തിരഞ്ഞെടുക്കാനാണ്. ലിറ്റിൽ സിസ്റ്ററിലെ ആഡ്ജക്റ്റീവാണ് ലിറ്റിൽ. അതേപോലെ എ ബിഗ് ട്രാജഡിയിലെ ആഡ്ജക്റ്റീവാണ് ബിഗ്. അപ്പോൾ ലിറ്റിൽ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ സഹോദരിയെ ഒന്ന് വിശേഷിപ്പിച്ചതാണ് ലിറ്റിൽ. ഓക്കെ, ട്രാജഡി എ ബിഗ് ട്രാജഡി, വലിയ ദുരന്തം. അതിനൊന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തതാണ്. ആ ട്രാജഡി എ ബിഗ് ട്രാജഡി. ഓക്കെ, ലിറ്റിൽ ബിഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിരിക്കും, ആരും മിസ് ചെയ്യരുത്. പിന്നെ അതേപോലെ തന്നെ ഇതൊരു പ്രോസ് എന്നാണ് തന്നത്. ഇനി അതേപോലെ ഒരു പോയത്തിൽ നിന്നും നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം ദ സോവർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ.
Sitting in a porchway cool, fetch the ruddy sunlight fast. I, twilight hastened to the road. Working hours are well high past. Shadows cool across the land, but one saw ringer still. Old the legacy patient stands. I walking on, I feel a thrill. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കാം. ഹു ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം വേർ ഹീ സിറ്റിംഗ്? ഹു ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം, ഇതിൽ ആരാണ് സംസാരിക്കുന്നത്? അതേപോലെ തന്നെ വേർ ഈസ് ഹീ സിറ്റിംഗ്, എവിടെയാണ് അവർ ഇരിക്കുന്നത്? ദ സ്പീക്കർ ഇൻ ദ പോയം ഈസ് ദ പോയറ്റ്. പോയറ്റ് തന്നെയാണ് ഇതിലത്തെ സ്പീക്കർ. ഹീ ഈസ് സിറ്റിംഗ് ഇൻ എ കൂൾ പോർച്ച് വേ. എവിടെയാണ് സിറ്റ് ചെയ്യുന്നത്? ഹീ ഈസ് സിറ്റിംഗ് ഇൻ എ കൂൾ പോർച്ച് വേ. ഇനി അടുത്തത്, വാട്ട് മേക്കിങ്സ് ദ സോവർ ലിങ്കർ ഓൺ ദ ഫീൽഡ്? ഹിസ് ഡെഡിക്കേഷൻ ടു വർക്ക്. അയാളുടെ ആത്മാർത്ഥതയാണ് അവിടെ കാണിക്കുന്നത്. ലുക്കിംഗ് ഓൺ, ഐ ഫീൽ എ ത്രിൽ. വൈ വാസ് ദ പോയറ്റ് ത്രിൽഡ്? പോയറ്റിന് എന്തുകൊണ്ടാണ് ത്രില്ല് വന്നത്? സൈറ്റ് ഓൺ വൺസ് ഓവർ സ്റ്റിൽ എനർജിങ് patiently even after working hours made the poet thrilled. The sight of one's over still emerging patiently even after working hours made the poet thrilled. ഇനി ഫൈൻഡ് ഔട്ട് the poetic device used in the phrase shadows shoot across the land. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? അലിട്രേഷൻ ആണ്. എന്താണ് അലിട്രേഷൻ? പിക്ക് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ ഗിവൺ സ്റ്റാൻസാസ്. കൂൾ, റൂൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. Anne Frank is best known for having written the Diary of a Young Girl, in which she writes about the 2 years that she and her family spent in hiding during World War II. She was born in 1929 in Germany in a Jewish family and died in March 1945 at the young of age 15. Anne was known as being a friendly girl brimming with life, while her sister Margaret was the introvert of the family. In 1933, Adolf Hitler, the leader of the political party, the Nazi, took over Germany. The Frank family had to flee to Netherlands to avoid being sent to concentration camps, where Jews were turned in many horrific ways. The family lived in the Netherlands until World War II started. Hitler invaded the Netherlands on 10th May 1940. The Franks unfortunately did not have time to run away and were forced to remain in hiding in a place which now called സീക്രട്ട് ഹനക്സ്. അപ്പം ആനി ഫ്രാങ്കിൻ്റെ ഈ ഒരു പാസേജ് നമ്മൾ വായിച്ചു, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ഡിഡ് ആനി ഫ്രാങ്ക് റൈറ്റ് ഇൻ ഹർ ഡയറി? അവളുടെ ഡയറിയിൽ എന്തിനെക്കുറിച്ചാണ് എഴുതിയതെന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞു വേൾഡ് വാർ സെക്കൻഡ് ടൈമിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ കഴിയേണ്ടി വന്നു. അപ്പോൾ എന്താ എഴുതിയത്? ഷീ റൈറ്റ്സ് about the 2 years that she and her family spent in hiding during World War II. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്? ഷീ റോട്ട് ഇൻ ഹർ ഡയറി അബൌട്ട് ദ 2 years ദാറ്റ് ഷീ ആൻഡ് ഹർ ഫാമിലി സ്പെൻറ്റ് ഇൻ ഹൈഡിങ് ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വേർ വാസ് ആൻ ബോൺ? അപ്പോൾ എവിടെയാണ്? ഷീ വാസ് ബോൺ ഇൻ ജർമ്മനി. ഇനി അടുത്തത്, ഹൗ ഡിഡ് ഹാഡ് ആൻഡ് മാർഗരറ്റ് ഡിഫർ ഇൻ ക്യാരക്ടർ? അവരുടെ ക്യാരക്ടറിലുള്ള വ്യത്യാസം എന്തായിരുന്നു? അപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട്, മാർഗരറ്റ് വാസ് ഇൻട്രോവേർട്ട് ഓഫ് ദ ഫാമിലി. അതേസമയം ആൻ വാസ് നോയിങ് എ ബീയിങ് ഫ്രണ്ട്ലി ഗേൾ ബ്രിമ്മിങ് വിത്ത് ലൈഫ്. അതായത് ആൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, അതേസമയം അവളുടെ സിസ്റ്റർ മാർഗരറ്റ് ഇൻട്രോവേർട്ട് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം, ആൻ വാസ് നോൺ ആസ് ബീയിങ് എ ഫ്രണ്ട്ലി ഗേൾ ബ്രിമ്മിങ് വിത്ത് ലൈഫ് while her sister Margaret was introvert of the family. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോടും സംസാരിക്കാതെ ഉൾവലിഞ്ഞൊരു സ്വഭാവക്കാരിയായിരുന്നു. അതേസമയം ആൻ എന്തായിരുന്നു? ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇനി അടുത്ത, ദ ഫ്രാങ്ക് ഫാമിലി ഫ്ലഡ് ഇൻ ടു നെതർലാൻഡ്സ് ബിക്കോസ്. ഫ്രാങ്കിൻ്റെ ഫാമിലി നെതർലാൻഡിലേക്ക് ഫ്ലൈ ചെയ്തു. എന്തുകൊണ്ടാണ്? ടു അവോയ്ഡ് ബീയിങ് സെൻറ്റ് ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് വെർ ജൂസ് വെർ ടോർച്ചേർഡ് ഇൻ മെനി ഹൊറിഫിക് വേയ്സ്. അതായത് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരെങ്ങോട്ട് പോയത്? നെതർലാൻഡിലേക്ക് പോയത്. വേർ ഡിഡ് ദ ഫ്രാങ്ക് റിമെയിൻ ഇൻ ഹൈഡിങ്? എവിടെയാണ് ഫ്രാങ്ക് ഹൈഡ് ചെയ്തത്? ആ ഒരു സ്ഥലത്തിന് എന്താണ് പറയുക? സീക്രട്ട് ആനക്സ്. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. ഇതും വളരെ സിമ്പിളാണ്. നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് എഴുതുന്നതല്ലേ. 5ാം ക്ലാസ് മുതൽ നമ്മൾ പ്രൊഫൈൽ റൈറ്റിംഗ് എഴുതുന്നതാണ്. ഓക്കെ, പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് ഹെൻറി വേർഡ്സ്വർത്ത് യൂസിങ് ദ ഹിൻസ് ഗിവൺ. അപ്പോൾ നെയിം തന്നിട്ടുണ്ട്, ബർത്ത് തന്നിട്ടുണ്ട്, നാഷണാലിറ്റി അമേരിക്കൻ, പ്രൊഫഷൻ എന്താണെന്ന് തന്നിട്ടുണ്ട്, മേജർ വർക്ക്സ് ഇവിടെ തന്നിട്ടുണ്ട്, ഡെത്തും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ എഴുതേണ്ടത്? ആദ്യം ഇതിൻ്റെ ക്യാപ്ഷൻ എഴുതണം. ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ. അതൊരു സെൻട്രലായിട്ട് ബോൾഡായിട്ട് എഴുതുക. എന്നിട്ട് ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ വാസ് ബോൺ ഓൺ February 27, 1807. അപ്പം നെയിം എന്ന് പറയുന്നത് നമ്മളിവിടെ ആദ്യം എഴുതി. പിന്നെ ബർത്തിന് നമ്മൾ എങ്ങനെ എഴുതി? ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ വാസ് ബോൺ ഓൺ February 27, 1807. ഇനി അടുത്ത എന്താണ്? ഹി വാസ് എ പോയറ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ. അതും ഇവിടെ തന്നിട്ടുണ്ട്. ഹി വാസ് പോയറ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ. ഓക്കെ, ഹിസ് പോയംസ് ആർ വെൽ നോൺ ഫോർ ദെയർ ലിറിക്കൽ ക്വാളിറ്റി. മെനി ഓഫ് ഹിസ് പോയംസ് പ്രസൻറ്റ് മിത്സ് ആൻഡ് ലെജൻഡ്സ്. ഹിസ് വർക്ക്സ് ഇൻക്ലൂഡ് പോൾ റിവേഴ്സ് റൈറ്റ്, ദ സോങ് ഓഫ് ഹൈവാർട്ട, ഹാൻട്രി ഇവാഞ്ചലിൻ. ഹി വാസ് ഓൾസോ ദ ഫസ്റ്റ് അമേരിക്കൻ ടു ട്രാൻസ്ലേറ്റ് ഡാൻറ്റസ് ദ ഡിവൈൻ കോമഡി ഇൻ ടു ഇംഗ്ലീഷ്. ഹി പാസ്ഡ് ഓൺ March 24, 1882. വളരെ സിമ്പിളാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻസ് 17 to 19 3 ചോദ്യങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും 2 നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓരോന്നിനും 5 മാർക്കാണ്. ഇപ്പോൾ ഈ 3 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഏതാണോ പഠിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, സെറ്റിംഗ് ക്യാരക്ടർ ട്രേറ്റ്സ് ഓഫ് ബോയ് ഇൻ ദ സ്റ്റോറി ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് ആർ ഗിവൺ ബിലോ. Deep love for her sister, not confident in the beginning, strong feelings about his sister. അപ്പം ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞത്. പ്രിപ്പയർ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ബോയ് യൂസിങ് ദ ഹിൻസ് ഗിവൺ അബോ. അപ്പം കുറച്ച് ഹിൻസൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അവൻ്റെ സഹോദരിയോടുള്ള അഗാധമായ സ്നേഹം, പിന്നെ അതേപോലെ തന്നെ അവനിക്ക് ആദ്യം വർക്കിൽ വലിയ കോൺഫിഡൻ്റ് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ ആത്മവിശ്വാസമൊക്കെ ആരായിരുന്നു കൊടുത്ത? ഹെർ സിസ്റ്റർ ആയിരുന്നു. സ്ട്രോങ് ഫീലിങ്സ് അബൌട്ട് ഹിസ് സിസ്റ്റർ, അങ്ങനെ സിസ്റ്റർ മരിച്ചുപോയി. അപ്പോൾ അവനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. അതൊക്കെ വെച്ചിട്ട് നിങ്ങളോട് ആ ക്യാരക്ടർ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ, ദ ലിറ്റിൽ ബോയ് ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ ലവ്ഡ് ഈച്ച് അതർ ഗ്രേറ്റ്ലി. അവർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. ദ ബോയ് ഹാഡ് ദ എബിലിറ്റി ടു പെയിൻറ്റ് പിക്ചേഴ്സ്. ആ കുട്ടിക്ക് എന്ത് കഴിവുണ്ട്? ആ കുട്ടിക്ക് പെയിൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ബട്ട് ഹി ഹാഡ് നോട്ട് മച്ച് കോൺഫിഡൻസ് ഇൻ ദ ബിഗിനിങ്. അവനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ദെൻ ഹി സിസ്റ്റർ എൻകറേജ്ഡ് ഹിം ടു വർക്ക് വിത്ത് ഡെഡിക്കേഷൻ. അപ്പോൾ ആരാണ് അവനെ പ്രേരിപ്പിച്ചത്? ഈ സിസ്റ്ററാണ്. അവൻ്റെ സിസ്റ്റർ അവനെ പിന്നെ പ്രചോദനം നൽകി. ഹി വാല്യൂഡ് ഹെർ അഡ്വൈസ്. അവനാണെച്ചാലോ അത് സ്വീകരിക്കുകയും ചെയ്തു. സഹോദരിയുടെ ഉപദേശമൊക്കെ സ്വീകരിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി ലോസ്റ്റ് ഹിസ് ഡിയർ സിസ്റ്റർ. അങ്ങനെ അവനിക്ക് അവൻ്റെ സഹോദരി നഷ്ടപ്പെടുകയാണ്. ഹിസ് ലവ് ഫോർ ഹെർ പ്രിവെൻറ്റഡ് ഹിം ഫ്രം പെയിൻറ്റിങ് ദ സീനറി, ബട്ട് ഹെർ വോയിസ് ഇൻസ്പയർഡ് ഹെർ. അപ്പോൾ അവനിക്കൊരു മടുപ്പായിരുന്നു ഇവൾ മരിച്ചതിന് ശേഷം പെയിൻറ്റ് ചെയ്യാൻ. പക്ഷെ അവളുടെ ആ ഒരു ശബ്ദം അവനെ എപ്പോഴും ഇൻസ്പയർ ചെയ്തു, പ്രചോദിപ്പിച്ചു. ഷീ ടോൾഡ് ഹിം വാട്ട് റിയൽ ഹാപ്പിനെസ് ഈസ്. ഹി അണ്ടർസ്റ്റുഡ് ഹെർ. ഹി ഗോട്ട് എ സ്ട്രേഞ്ച് പവർ. ദെൻ ഹി കംപ്ലീറ്റഡ് ദ പെയിൻറ്റിങ്. ഇറ്റ് ഗോട്ട് ദ അപ്രീസിയേഷൻ ഓഫ് എവരിബഡി. അങ്ങനെ അവൻ പെയിൻറ്റ് ചെയ്തു. അതെല്ലാവരുടെയും അപ്രീസിയേഷന് ഇടയാക്കി. ദസ് ദ ബോയ് ബിക്കം ആൻ ഇലസ്ട്രിയസ് ആർട്ടിസ്റ്റ്. അവൻ നല്ലൊരു ആർട്ടിസ്റ്റായി. ദ സ്റ്റോറി ഓഫ് ദ ബോയ് ആൻഡ് ഹിസ് സിസ്റ്റർ teaches us the lesson that one can find real happiness by seeking happiness for others. അപ്പോൾ ഇത്ര എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ ബോയ് ഇൻ ദ സ്റ്റോറി ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വാസ് എക്സ്ട്രീംലി ഹാപ്പി ആഫ്റ്റർ ഡിസ്കവറിംഗ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. ഹി ജോട്ട്സ് ഡൗൺ ഹിസ് ഫീലിംഗ്സ് ഇൻ ദ ഡയറി ഡ്രാഫ്റ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. അപ്പോൾ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന ചാപ്റ്ററിലെ ആ ഒരു ബോയുടെ ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞത്. വാസ് എക്സ്ട്രീംലി ഹാപ്പി ആഫ്റ്റർ ഡിസ്കവറിങ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. അവൻ ആ റെഡ് ഹൗസ് കണ്ടെത്തിയതിന് ശേഷം വളരെയധികം ഹാപ്പി ആയിരുന്നു. അപ്പോൾ അവന് ആ ഹാപ്പി മൂഡിൽ അവന് കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ്റെ ഡയറിയിൽ എഴുതി. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഡേറ്റും അതേപോലെ തന്നെ ഡേയും എഴുതുക. ടുഡേ വാസ് എൻ അമേസിങ് ഡേ. ഏത് ഡയറിൻ്റെയും ഒരു ഹാപ്പിനെസ് ആണെന്ന് നമുക്ക് തീർച്ചയായിട്ടും എഴുതാം. അമേസിങ് ഡേ, ഇന്നൊരു നല്ലൊരു ദിവസമായിരുന്നു. ആസ് ഓൾവേസ് ഐ വാസ് പ്ലേയിങ് വിത്ത് മൈ ടോയ്സ്.
ഐ ബിക്കെയിം ബോർഡ് സോ ഐ ആസ്ക്ഡ് മദർ ഇഫ് ദർ ഈസ് എനിത്തിങ് ഐ ഷുഡ് ഡു. അപ്പോൾ ഞാൻ ടോയ്സുമായിട്ട് ഇങ്ങനെ കളിച്ച് എനിക്ക് ബോറടിച്ചു. ഐ ബിക്കെയിം ബോർഡ് സോ ഐ ആസ്ക്ഡ് മദർ ഇഫ് ദർ ഈസ് എനിത്തിങ് ഐ ഷുഡ് ഡു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു എന്തെങ്കിലും എനിക്ക് ചെയ്യാനുണ്ടോ. ഷീ ടോൾഡ് മീ ടു ലുക്ക് ഫോർ എ ലിറ്റിൽ റെഡ് ഹൗസ് വിത്ത് നോ ഡോസ് ആൻഡ് വിൻഡോസ് ആൻഡ് സ്റ്റാർസ് ഇൻസൈഡ് ഇറ്റ്. അപ്പോൾ അമ്മ പറഞ്ഞു ഒരു റെഡ് ഹൗസ് നീ നോക്ക്, അതിന് ഡോറും ഇല്ല വിൻഡോസും ഇല്ല, അതിൽ ഫുള്ള് സ്റ്റാർസും ആയിരിക്കും. ഐ വണ്ടേഡ് ഹൗ ഇറ്റ് കുഡ് ബി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരിക്കും അത്. ഐ വെൻറ്റ് ടു ലുക്ക് ഫോർ ഇറ്റ്. അങ്ങനെ ഞാനത് അന്വേഷിച്ച് നടക്കാൻ പോയി. ഓൺ മൈ വേ ഐ മെറ്റ് എ ലിറ്റിൽ ഗേൾ. അപ്പോൾ എൻ്റെ യാത്രയിൽ ഞാനൊരു ലിറ്റിൽ ഗേളിനെ മീറ്റ് ചെയ്തു. ഐ ആസ്ക്ഡ് ഇഫ് ഷീ നോസ് അബൌട്ട് എ റെഡ് ഹൗസ് വിത്ത് നോ ഡോസ് ആൻഡ് വിൻഡോസ് വിത്ത് സ്റ്റാർസ് ഇൻസൈഡ് ഇറ്റ്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു ഒരു റെഡ് ഹൗസ് നീ എവിടെയും കണ്ടിട്ടുണ്ടോ, അതിന് ഡോറില്ല, അതിന് വിൻഡോസ് ഇല്ല, അതേപോലെ തന്നെ അതിൽ ഫുള്ള് സ്റ്റാർസ് ആണ് വിത്ത് സ്റ്റാർസ് ഇൻസൈഡ് ഇറ്റ്. ഷീ ടോൾഡ് മീ ടു ആസ്ക് ഹെർ ഫാദർ ഹു വാസ് എ ഫാമർ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവളുടെ അച്ഛനോട് ചോദിക്കാൻ അവരെന്തായിരുന്നു who was a farmer. I asked him, he told me to ask grandmother. അപ്പോൾ ഗ്രാൻഡ് ചോദിക്കാൻ പറഞ്ഞു. She was a farmer. I asked him, he told me to ask grandmother. I asked her, she told me to ask the wind because it goes everywhere. അപ്പോൾ അവരെന്താ പറഞ്ഞത് കാറ്റിനോട് ചോദിക്കാം, കാറ്റ് എല്ലായിടത്തും എത്തുമല്ലോ. I asked the wind and took me to little red house with no doors and windows. അങ്ങനെ ഞാൻ കാറ്റിനോട് ചോദിച്ചു, കാറ്റ് എന്നെ അവിടെ എത്തിച്ചു. ബട്ട് ഐ കുഡ് നോട്ട് സീ ദ സ്റ്റാർസ്. പക്ഷേ എനിക്ക് സ്റ്റാറിനെ കാണാൻ പറ്റില്ല. ഐ ബ്രോട്ട് ഇറ്റ് ഹോം ടു മദർ. ഞാനത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് അമ്മയ്ക്ക് കൊടുത്തു. ഷീ കട്ട് ഇറ്റ് ഓപ്പൺ ആൻഡ് ദ വേർ സ്റ്റാർസ്. അപ്പം അത് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി. അപ്പോൾ എന്തായിരുന്നു അതിൽ നിറയെ സ്റ്റാർസ് ആയിരുന്നു. യു മൈറ്റ് ബി വണ്ടറിങ് വാട്ട് ഇറ്റ് വാസ് ആൻ ആപ്പിൾ. ഇറ്റ് ടേസ്റ്റ് ഗുഡ്സ്. അപ്പം നിങ്ങൾ വിചാരിക്കും അതെന്തായിരുന്നു, അതൊരു ആപ്പിൾ ആയിരുന്നു, അത് വളരെയധികം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The firm decision of Rosa Parks to sit in the seat of the bus made the driver angry. He asked her to get up and to go to the back, prepare the likely conversation between Rosa Parks and the driver. അപ്പോൾ റോസാ പാർക്ക് പറഞ്ഞു അവിടെ തന്നെ ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഡ്രൈവറിന് ദേഷ്യം വന്നു. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. അതിന് ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. അപ്പോൾ ഡ്രൈവർ ഗെറ്റ് അപ്പ് ഫാസ്റ്റ്, പെട്ടെന്ന് എണീക്കൂ. റോസാ വൈ ഷുഡ് ഐ ഗെറ്റ് അപ്പ്, എന്തിനാ ഞാൻ എഴുന്നേൽക്കുന്നത്, വൈ ഷുഡ് ഐ ഗെറ്റ് അപ്പ്. ഡ്രൈവർ ദിസ് സീറ്റ് ഈസ് നോട്ട് യുവേഴ്സ്, ഇത് നിൻ്റെ സീറ്റല്ല, ദിസ് സീറ്റ് ഈസ് റിവേഴ്സ്ഡ് ഫോർ വൈറ്റ് പാസഞ്ചേഴ്സ്. ഇത് റിസർവേഷൻ സീറ്റാണ്, വൈറ്റ് പാസഞ്ചേഴ്സ് വെള്ളക്കാർക്കുള്ള റിസർവേഷൻ സീറ്റാണ്. ദിസ് സീറ്റ് ഈസ് റിസർവ്ഡ് ഫോർ വൈറ്റ് പാസഞ്ചേഴ്സ്. റോസ വൈ ഈസ് ലൈക്ക് ദാറ്റ്, എന്താ അത് അങ്ങനെ. ഡ്രൈവർ ബ്ലാക്ക് പീപ്പിൾ ആർ നോട്ട് അലൗഡ് ടു സിറ്റ് ഓൺ ദ സീറ്റ്. കറുത്ത വർഗ്ഗക്കാർക്ക് സീറ്റിലിരിക്കാനൊന്നും പാടില്ല. ദേ ഷുഡ് മൂവ് എവേ ഫ്രം ദ വൈറ്റ് സ്കീം. വെള്ളക്കാർ വരുമ്പം നിങ്ങൾ മാറിയിരിക്കണം. റോസ ഫോർ വാട്ട്, എന്തിന്. ഐ ഹാവ് പെയ്ഡ് ദ ഫെയർ, ഞാൻ ബസ് കൂലി കൊടുത്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ഐ നീഡ് നോട്ട് ടു ഗെറ്റ് അപ്പ്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കേണ്ടതില്ല. ദൈവ ദിസ് ഈസ് ദ റൂൾ, ഇതാണ് ഇവിടുത്തെ നിയമം. റോസ ഐ മസ്റ്റ് ബ്രേക്ക് ദിസ് റൂൾ ബിക്കോസ് ദിസ് ഈസ് ബാഡ് റൂൾ. ഞാൻ എന്തായാലും ഈ റൂള് തെറ്റിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ്, ഇതൊരു ബാഡ് റൂളാണ്. ഐ മസ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്, ഞാൻ എന്തായാലും അതിനെ ചോദ്യം ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ്, ഡ്രൈവർ ഗെറ്റ് അപ്പ് ഫാസ്റ്റ്. Rosa Parks, why should I get up? Driver, this seat is not yours. This seat is reserved for white passengers. Rosa Parks, why is like that? Driver, black people are not allowed to sit on the seat. They should move away from when the whites came. Rosa Parks, for what? I have paid the fare, so I need not get up. Driver, this is the rule. Rosa Parks, I must break this rule because this is a bad rule. I must question it. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ നിങ്ങൾ 2 എണ്ണം അറിയാവുന്നത് എഴുതുക. ഇനി അടുത്ത എന്താണ്, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ്, ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് ആൻഡ് ന്യൂസ് റിപ്പോർട്ടർ. ഓക്കെ, ന്യൂസ് റിപ്പോർട്ടർ ചോദിക്കുകയാണ് ഹു പെയിൻറ്റഡ് ദ പോർട്രേറ്റ്, ആരാണ് ഈ പോർട്രേറ്റ് വരച്ചത്. അപ്പോൾ ബോയ് പറയാം ഐ ഡിഡ് ഇറ്റ്, ഞാനാണ് വരച്ചത്. ന്യൂസ് റിപ്പോർട്ടർ വാവ് ഇറ്റ് ലുക്സ്
റിയലി മാർവലസ്. ഓ നല്ല രസമുണ്ടെന്ന് പറയാം. വേറെ എന്തോന്ന് പറഞ്ഞു. അതിൻ്റെ ആൻസർ എന്താണ് ഇവിടെ പറഞ്ഞത്? ബോയ് നോ ഐ ഹാവിൻറ്റ് ഗെറ്റ് എനി ട്രെയിനിങ് ഇൻ പെയിൻറ്റിങ്. അപ്പോൾ എനിക്ക് ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് ബോയ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എനി ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ എന്നായിരിക്കില്ലേ. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? ഹാവ് യു ഗോട്ട് എനി ട്രെയിനിങ് ഇൻ പെയിൻറ്റിങ്? വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹാവ് യു ഗോട്ട് എനി ട്രെയിനിങ്? ഹാവിൻറ്റ് ഗോട്ട് എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഹാവ് യു ഗോട്ട് എനി ട്രെയിനിങ്? ഐ ഹാവിൻറ്റ് ഗോട്ട് എന്നുള്ളതിന് നമ്മൾ എന്തായിട്ട് ചെയ്ത് ഹാവ് യു ഗോട്ട്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ഫോമിലായി. ഹാവ് യു ഗോട്ട് എനി ട്രെയിനിങ് ഇൻ പെയിൻറ്റിങ്? ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഇടാം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ബോയ് മൈ സിസ്റ്റർ ഓൾവേസ് എൻകറേജ്ഡ് മീ ടു ഡ്രോ പിക്ചേഴ്സ്. എൻ്റെ സിസ്റ്റർ എപ്പോഴും എന്നെ എൻകറേജ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിനിവിടെ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ട്? ആരായിരുന്നു നിങ്ങൾക്ക് പ്രചോദനം എന്നല്ലേ? ഹൂ എൻകറേജ്ഡ് യു ടു ഡ്രോ ദ പിക്ചർ? നിങ്ങളെ ആരായിരുന്നു ഈ പിക്ചറൊക്കെ വരയ്ക്കാൻ എൻകറേജ് ചെയ്തത്? ഹൂ എൻകറേജ്ഡ് യു ടു ഡ്രോ പിക്ചേഴ്സ്? ഓക്കെ, നേച്ചർ ഈസ് യുവർ ഫേവറേറ്റ് തീം ഇൻ പെയിൻറ്റിങ്. നിങ്ങളുടെ ഫേവറേറ്റ് തീം എന്ന് പറയുന്നത് നേച്ചർ അല്ലേ? അപ്പോൾ അല്ലേ എന്നുള്ള ചോദിക്കുന്നു. യെസ് ഐ ലവ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അല്ലേ നിങ്ങളുടെ ഫേവറേറ്റ് തീം എന്താണ്? നേച്ചർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? ഈസ് ഇൻറ്റ് ഇറ്റ്. ഇവിടെ എന്താ എഴുതേണ്ടത് നമ്മൾ? ഈസ് ഇൻറ്റ് ഇറ്റ്. ഓക്കെ, ഈസ് ഇൻറ്റ് ഇറ്റ്. ഈസ് ഇൻറ്റ് ഇറ്റ് എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് യു ഹാവ് ആൻ അമേസിങ് കളക്ഷൻ ഓഫ് പെയിൻറ്റിങ്. ഹൗ അബൌട്ട് കണ്ടക്ടിങ് ആൻ എക്സാമിനേഷൻ ഇഫ് ഐ ഗെറ്റ് എ ചാൻസ്? അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് പെയിൻറ്റിങ്ങിൻ്റെ കളക്ഷൻ ഉണ്ട്. ഹൗ അബൌട്ട് കണ്ടക്ടിങ് ആൻ എക്സിബിഷൻ? ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ എന്താണ്? ഐ വിൽ കണ്ടക്ട് വൺ. അതായത് എനിക്കൊരു ചാൻസ് കിട്ടിയാൽ, ഇഫ് ഐ ഗെറ്റ് എ ചാൻസ്, എനിക്കൊരു ചാൻസ് കിട്ടിയാൽ, ഇഫ് ഐ ഗെറ്റ് എ ചാൻസ്. അപ്പോൾ ഇവിടെ ഇഫ് ഐ ഗെറ്റ് എ ചാൻസ് ഐ വിൽ എന്നല്ല പറയേണ്ടത്. ഐ വിൽ കണ്ടക്ട് ആൻ എക്സിബിഷൻ. ഓക്കെ, കണ്ടക്ട് ആൻ എക്സിബിഷൻ. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത എഡിറ്റാണ്. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. മിസ്റ്റർ ഫെസർ poured a cup of water and a dash hand it to the little boy. അപ്പോൾ ഇവിടെ ഹാൻഡിന് എന്താണ് പ്രശ്നം? ഹാൻഡഡ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, മിസ്റ്റർ പോഡ്. ഇവിടെ പോഡ് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. എല്ലാം പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ കപ്പ് ഓഫ് സൈഡ് ആൻഡ് ഹാൻഡഡ്. ഇവിടെ എന്താ എഴുതേണ്ടത്? ഹാൻഡഡ്. അപ്പോൾ ഇതെല്ലാം പാസ്റ്റ് ടെൻസിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹാൻഡഡ്. ഓക്കെ, ഹാൻഡഡ്. ഓക്കെ, ഇനി ദ ലിറ്റിൽ ബോയ് ഡ്രാങ്ക് ഇറ്റ് ഡൗൺ ടു ഗ്രേറ്റ്ഫുള്ളി. ഇവിടെ എന്താ മിസ്റ്റേക്ക്? ഗ്രേറ്റ്ഫുള്ളിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. GRATE ആണ് ഇവിടെ വേണ്ടത്. GRATEFULLY. അപ്പോൾ അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. ഹണ്ടിങ് ഫോർ ഹൗസസ് വേർ തേഴ്സ്റ്റി വർക്ക്. വേർ എന്നല്ല വേണ്ടത്, വാസ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? ഹാൻഡഡ്. ഇവിടെ ഗ്രേറ്റ്ഫുള്ളി സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഇവിടെ വേറിൻ്റെ സ്ഥാനത്ത് എന്താ വേണ്ടത്? വാസ് ആണ് വേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് റീഡ് ദ പാസേജ് ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. അപ്പോൾ ഇനി ഫ്രേസൽ വെർബ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത് നമ്മൾ കുറച്ച് പഠിച്ചിരിക്കണം. ബ്രോട്ട് അബൌട്ട്, വെൻറ്റ് ഓൺ, പുട്ട് അക്രോസ്, കെയിം ഫോർവേഡ്. ഇത്രയാണ് തന്നത്. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിൽ അതേ പാസേജ് തന്നെയാണ്. റോസ പാർക്സ് വാസ് അറസ്റ്റഡ് ആൻഡ് ബ്ലാക്ക് പീപ്പിൾ. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? കെയിം ഫോർവേഡ് ടു ഫൈറ്റ്. മുന്നോട്ട് വന്നു. കെയിം ഫോർവേഡ് ടു ഫൈറ്റ് ഫോർ റോസ. എല്ലാവരും മുന്നോട്ട് വന്നു. റോസക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വന്നപ്പോൾ കെയിം ഫോർവേഡാണ് എഴുതേണ്ടത്. ആദ്യത്തെ എന്താണ്? കെയിം ഫോർവേഡ്. ഓക്കെ, ഇനി അടുത്തത് ദേ സ്റ്റാർട്ടഡ് ബോയ്ക്കോട്ടിങ് ദ ബസ്സസ് വിച്ച് ബ്രോട്ട് അബൌട്ട് എ ഹ്യൂജ് ലോസ് ടു ദ ബസ് കമ്പനി. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരെല്ലാം ബോയ്ക്കോട്ട് ചെയ്തു, അതായത് ബഹിഷ്കരിച്ചു. അങ്ങനെ ഒരു ഹ്യൂജ് ലോസ്. അപ്പോൾ ബ്രോട്ട് അബൌട്ട്, രണ്ടാമത്തേത് എന്താണ്? ബ്രോട്ട് അബൌട്ട് എ ഹ്യൂജ് ലോസ്. അത് കമ്പനിക്ക് വലിയൊരു നഷ്ടം ഉണ്ടാക്കി. ദ പ്രൊട്ടസ്റ്റ് ഡാഷ് ഫോർ മോർ ദാൻ 1 year വെൻറ്റ് ഓൺ. ഈ ഒരു പ്രൊട്ടസ്റ്റ്
എത്ര കാലം നിന്നു, നീണ്ടു നിന്നു എന്നുള്ളതിനാണ് went on for more than 1 year. ഒന്നുകൂടി നോക്കാം. റോസ പാർക്സ് വാസ് അറസ്റ്റഡ് ആൻഡ് ദ ബ്ലാക്ക് പീപ്പിൾ ഓഫ് മോംഗോമറി came forward to fight for Rosa. They started boycotting the buses, which brought about a huge loss to the bus company. The protest went on for more than 1 year. Okay. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് നല്ലോണം വായിച്ച് പഠിക്കുക. കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നല്ലോണം വായിച്ചാൽ നമുക്കൊരു 15-20 മാർക്ക് കിട്ടും. കാരണം ആദ്യത്തെയൊക്കെ പാസേജ് തന്ന് കോംപ്രിഹെൻഷൻ ടൈപ്പാണ്, പിന്നെ ക്വസ്റ്റ്യൻ ടാഗ്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫ്രേസൽ വെർബൊക്കെ കുറച്ച് പഠിച്ചു വെച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.